അത് ആ ഷഹർ മുബാറക്കുന്നതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ളം ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്. ഓടണ്ട അവിടെ നിൽക്കി, ആരും നെട്ടും വേണ്ട. ഇതൊരു സീസണൽ ബിസിനസ്സാണ്. ഇതിപ്പോ കേട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല നിലക്കുള്ള കമന്റുകൾ ഇടുന്ന ആളുകളുണ്ട്. ആളുകൾക്ക് ഇത് തിരിഞ്ഞിട്ടില്ല, സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു സീസണൽ ബിസിനസ്സാണ്. നിങ്ങൾക്കറിയില്ലേ, റബീഉൽ അവ്വൽ മാസമല്ലേ? ആ റബീഉൽ അവ്വൽ മാസത്തിൽ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് കാന്തപുരം കമ്പനി പരിചയപ്പെടുത്തുകയാണ്. ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്കൂ. അതും ഓരോ സീസണിലും ഈ കാന്തപുരം കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണിലും ഭക്തർക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി ഈ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഈ കാന്തപുരം കമ്പനി ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പുതിയൊരു പ്രൊഡക്റ്റ്, പുതിയൊരു മിശ്രിതമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്ക്. അതിലെന്തൊക്കെയാ ഉള്ളത്? ലോകത്ത് എവിടെ ഇതേപോലുള്ള ഒരു മിശ്രിതം ഒരു കമ്പനിക്കും കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. യാതൊരു സംശയം ആ കാര്യത്തിൽ ആർക്കും വേണ്ട. എന്തൊക്കെയാ അതിലുള്ളത്? മുടിയുണ്ട്, റൗളയുടെ പൊടിയുണ്ട്, മാത്രല്ല 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരുമുണ്ടത്രേ. കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ വിരലുകളിലൂടെ നിർഗളിച്ച വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇതിലുണ്ട്. ബറക്കത്തിന്റെ കട്ടയാണ്. ശരിക്കുണ്ടല്ലോ, ബറക്കത്ത് എടുക്കാൻ പറ്റുന്ന സാധനമാണെന്നാ പറയുന്നത്. അത്രയും വലിയ സ്ട്രോങ് ആയ സാധന. മുടി, പൊടി, ഉമിനീര്, കൈവിരലുകൾക്കിടയിലൂടെയുള്ള വെള്ളം. ഇനി എന്താ വേണ്ടത്? അപ്പൊ ബറക്കത്ത് എടുക്കാൻ അത്രയും സ്ട്രോങ് മിശ്രിതമാണ് കാന്തപുരം കമ്പനി പുറത്തിറക്കുന്നത്. വളരെ കൃത്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതുപോലെ ഒരാൾക്കും ഇതേപോലെയുള്ള ഒരു സാധനം കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ആ കമന്റ് ഈ കമന്റ് ഇതൊക്കെ ഇടുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവം എന്ന്. എന്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവരും ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനം ഒന്ന് വായിക്കണം കേട്ടോ. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കമ്പനിയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരം കിട്ടും. എന്താ അല്ലാഹു അവിടെ പറയുന്നതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ ധനം അവർ തിന്നുന്നു. അവിഹിതമായി ഹറാമായ നിലയ്ക്ക് ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ പണം തിന്നുന്നവരാണ് ധാരാളം പണ്ഡിത പുരോഹിതന്മാർ. മാത്രമല്ല അവരൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുന്നു. ഇതന്നെയാണ് പറഞ്ഞത്. ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ കയ്യിലുള്ള പണം തട്ടുക എന്ന് മാത്രമല്ല, ശരിയായ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ അത് പറഞ്ഞു കൊടുക്കാതെ സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതടഞ്ഞ് അവർക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുക. അപ്പൊ സമ്പത്തും ഈമാനും പോക്കറ്റടിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ ധാരാളമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ. ജാഗ്രത പുലർത്തിക്കോളൂ. ഇതുകൊണ്ടാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന പല വാർത്തകളും നമ്മൾ എതിർക്കുകയും അത് അസത്യമാണ്, കളവാണ് ജനങ്ങളെ എന്ന് ജനങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായ കാലം മുതൽക്ക് ജനങ്ങളെ വഞ്ചിക്കുകയും കളവ് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിനെ തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോകുന്നയാളാണ്. ഒരു സംശയം ആ വിഷയത്തിലില്ല. ധാരാളം കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. പക്ഷെ ഞാൻ നീട്ടി പറയുന്നില്ല. എന്തിനാണ് ഇത് പറയുന്നത്? ഇതൊരു വ്യക്തിയുമായി റിലേറ്റഡ് ആയ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടൂല. മറിച്ച് നിങ്ങൾ നോക്കൂ, ഇതൊരു ഉമ്മത്തിനെയാണ് വഞ്ചിക്കുന്നത്. ഒരു സമുദായത്തെ മൊത്തത്തിൽ വഞ്ചിക്കുകയാണ് അല്ലേ? പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുക. അള്ളാന്റെ റസൂലിൻ്റെതാണെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ആധാർ അള്ളാന്റെ റസൂലിലേക്ക് എത്തുന്ന അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ലോകത്ത് കൃത്യമായ സനദിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. ഓരോ വർഷവും ഇത് റസൂലിൻ്റെതാണ്, നബിയുടെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഇയാളും ഇയാളുടെ അനുയായികളും ഈ ജനങ്ങളോട് ഇത് പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഈ മുടിയും പൊടിയെല്ലാം കലക്കിയ വെള്ളം കുടിപ്പിക്കുന്നത്.
ഇതും വലിയ അക്രമം വേറെന്തെങ്കിലും ഉണ്ടോ? ഇത് മുസ്ലിം സമുദായത്തിന് തന്നെ അപമാനമാണ്, ഇസ്ലാമിന് തന്നെ അപമാനമാണ്. ഇനി ഇയാൾ പറയുന്ന മറ്റൊരു കോമഡി ഒന്ന് കേട്ടു നോക്കൂ. ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. 1/2 സെന്റിമീറ്റർ വലുതായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ, ഇയാളുടെ അനുയായികള്. ഇയാൾ പറയുന്ന ഈ കണക്കനുസരിച്ച് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇയാൾ കൊണ്ടുവന്ന മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് അത് വേർപെട്ടിട്ട് 1500 കൊല്ലായില്ലേ? അത് ഇങ്ങനെ നീളാണെങ്കിൽ എത്ര കിലോമീറ്റർ നീളും? ഇനി ഇയാളെടുത്ത് കിട്ടിയതിന് ശേഷമാണോ ഈ വളരാൻ തുടങ്ങിയത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ. കഥയിൽ ചോദ്യമല്ല, ഇയാൾ പറയുന്നത് അങ്ങ് തൊണ്ട തൊടാതെ വിശ്വസിച്ചോളണം. എന്റെ മുസ്ലിയാരെ, അത് നീളുന്നുണ്ടോ മറ്റുള്ളതുണ്ടോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം അത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണോ എന്ന് തെളിയിക്കാൻ നിങ്ങളെ കേരള ജനത എത്രയായി വെല്ലുവിളിക്കുന്നു? ഇതുവരെ നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞു? ഇതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൂട്ടിയ കളവുകൾ എത്രയാണ്, വഞ്ചനകൾ എത്രയാണ്? മുംബൈയിലെ ഒരാക്രി കച്ചവടക്കാരന്റെ കടയിൽ നിന്ന് ഖസറജി എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ വാങ്ങുകയും എന്നിട്ട് അത് കാന്തപുരത്തിലൂടെ കേരളത്തിൽ ഇറക്കുമതി ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പറയുന്ന വ്യാജമുടിയല്ലേ അത്? മുസ്ലിമീങ്ങൾക്ക് അപമാനമാണ്. മുസ്ലിമീങ്ങൾ അവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞു ഏതോ ഒരു ആക്രി കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഭൂമിയിലെ ഏതോ ഒരു മനുഷ്യന്റെ മുടി അല്ലേ, അതാണ് കൊണ്ടുവന്ന് അള്ളാന്റെ റസൂലിലേക്ക് ചേർത്തി പറയുന്നത്. അതിന് കൃത്യമായൊരു തെളിവ് ഇതുവരെ ഹാജരാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ സനദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഖസറജിയുടെ കുടുംബ പരമ്പര വായിച്ചുകൊണ്ട് പാവപ്പെട്ട അണികളെ വഞ്ചിക്കുകയാണ് ഇയാൾ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും സമസ്തയുടെ ആശയധാരയിലുള്ളവർ തന്നെ ഇയാളോട് നടത്തിയിട്ടുണ്ട്. മുബാഹലക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സനദ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ന്യായവുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കടുത്ത വഞ്ചനയിലൂടെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഈ മുടി വെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 40 കോടിയുടെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഇയാൾ പരസ്യമായി പിരിവ് നടത്തി. അതിനെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നില്ല. ഇപ്പോഴിതാ അവസാനം ഇവരെ കൂട്ടത്തിൽ തന്നെ ഈ മുടിയെ ചൊല്ലി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യം അംഗീകരിച്ചവർ പിന്നെ തള്ളിപ്പറഞ്ഞു. ആലോചിച്ച് നോക്കണം. എന്നിട്ടും സാധാരണക്കാരായ ഈ അനുയായികൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവസാനം പറയാണ് ഈ മുടി വളരുന്നുണ്ട് എന്ന്. അതും കേൾക്കുമ്പോ തക്ബീർ വിളിച്ച് അതിനെ സ്വീകരിക്കുകയാണ് ഇവര്. ഒന്നാലോചിച്ച് നോക്കൂ. ഈ മുടിവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന വഞ്ചിക്കപ്പെട്ട ഇയാളുടെ അനുയായികളെ കുറിച്ച് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? ഈ അനുയായികളാണ് ഈ കാന്തപുരം കമ്പനിയുടെ ഭാവി. അവരാണ് ഈ കമ്പനിയെ വളർത്തുന്നത്. അതുകൊണ്ട് അല്പമൊക്കെ ചിന്താശേഷിയുള്ളവരോട് പറയാണ്, ഇത് കടുത്ത വഞ്ചനയാണ്, ഇത് സീസണൽ ബിസിനസ്സാണ്, ഇതിന് തലവെച്ചു കൊടുക്കരുത് എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.